ഈ ക്വസ്റ്റ്യൻ നോക്കാം. എ പോൾ ഓഫ് 6 meter ഹൈ ഈസ് ഫിക്സ്ഡ് ഓൺ ദ ടോപ്പ് ഓഫ് എ ടവർ. The angle of elevation of the top of the pole observed from a point P on the ground is 60 degree. And the angle of depression of the point P from the top of the tower is 45 degree. Find the height of the tower and the distance of P from the foot of the tower. ക്വസ്റ്റ്യൻ മനസ്സിലായോ? നമ്മൾ ആദ്യം തന്നെ റഫായിട്ട് വരയ്ക്കണം. ഇവിടെ പോള് ഫിക്സ്ഡ് ആണ്, ടോപ്പ് ഓഫ് ദ ടവറാണ്. ടവറിൻ്റെ മുകളിലാണ് പോള്. അപ്പോൾ ആദ്യം തന്നെ ഒരു ടവർ വരയ്ക്കാം. ഒരു റഫായിട്ടുള്ളൊരു പിക്ചറാണ്. ഇതാണ് ടവർ, കേട്ടല്ലോ. ടവറിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് അറിയില്ല. അതിൻ്റെ മുകളിലായിട്ടൊരു പോളുണ്ട്. 6 മീറ്ററാണ് ഹൈറ്റ്. ഈ ടവറിൻ്റെ മുകളിലായിട്ടൊരു പോള് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഹൈറ്റ് 6 മീറ്ററാണ്. നമ്മൾ അവിടെ എഴുതി വെക്കാം 6 മീറ്റർ. ഓക്കെ, പോളിൻ്റെയാണ്, ടവറിൻ്റെ ഹൈറ്റ് അറിയില്ല. ഇനി എന്താണ്? ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് ദ പോൾ ഒബ്സർവ്ഡ് ഫ്രം എ പോയിന്റ് പി ഓൺ ദ ഗ്രൗണ്ട് 60 ഡിഗ്രി. അതായത് ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, മനസ്സിലായല്ലോ. ഈ കാണുന്നത് എന്താണ്? ഗ്രൗണ്ടാണ്. ഈ കാണുന്നത് ഗ്രൗണ്ടാണ്. ഇവിടെ പി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഗ്രൗണ്ടിലുള്ളൊരു പോയിൻ്റാണ് എന്ത്? പി. ഈ പി എന്ന് പറഞ്ഞ പോയിന്റിൽ ഇതാണ് പോളിൻ്റെ ടോപ്പ് പൊസിഷൻ അല്ലേ? ദ ടോപ്പ് ഓഫ് ദ പോൾ. ഇതാണ് ടോപ്പ് ഓഫ് ദ പോൾ. ഇവിടെ വരുന്ന ആംഗിൾ ഓഫ് എലിവേഷൻ അറ്റ് പി, ഈ ടോപ്പ് ഓഫ് ദ പോളിൻ്റെ ആംഗിൾ ഓഫ് എലിവേഷൻ 60 ഡിഗ്രിയാണ്. അതായത് പി എന്ന് വാച്ച് ചെയ്യുമ്പോൾ 60 ഡിഗ്രി മുകളിലോട്ട് നോക്കിയാലാണ് ഈ ടോപ്പ് ഓഫ് ദ പോൾ കാണാൻ പറ്റുക. അതാണ് ആംഗിൾ ഓഫ് എലിവേഷൻ. പി എന്ന് ടോപ്പ് ഓഫ് ദ പോളിലോട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ആംഗിളില്ലേ, ഈ ആംഗിളാണ് 60 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷൻ. ഓക്കെ ആണോ? ഇനി വേറെന്താ പറഞ്ഞിരിക്കുന്നത്? ആൻ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ദ പോയിന്റ് പി ഫ്രം ദ ടോപ്പ് ഓഫ് ദ ടവർ ഈസ് 45. ഈ കാണുന്നതാണ് ടോപ്പ് ഓഫ് ദ ടവർ. കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈ പോയിൻ്റാണ് ടോപ്പ് ഓഫ് ദ ടവർ. ഇവിടുന്ന് പിയിലോട്ട് വാച്ച് ചെയ്യണമെങ്കിൽ 45 ഡിഗ്രി താഴോട്ട് നോക്കണം അല്ലേ? ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ ഹൊറിസോണ്ടലി നോക്കുകയാണ് അല്ലേ? നമ്മൾ ആദ്യം തന്നെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാം. ഇവിടുന്ന് ഇതാണല്ലോ ടോപ്പ് ഓഫ് ദ ടവർ. ഇവിടെ നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. അവിടുന്ന് 45 ഡിഗ്രി താഴേക്ക് നോക്കിയാലാണ് പി കാണാൻ പറ്റുന്നത്. അതാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ. ഈ ആംഗിളാണ് നമുക്ക് തന്നിരിക്കുന്ന 45 ഡിഗ്രി. ക്ലിയർ? അപ്പോൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻ അറ്റ് ദ ടോപ്പ് ഓഫ് ദ ടവർ അറ്റ് പോയിന്റ് പി ടു ദ പോയിന്റ് പി 45 ഡിഗ്രി. ഈ ഡോട്ട് ലൈനും ഈ താഴത്തെ ബേസ് ലൈനും പാരലലാണ്. ഈ ഡോട്ട് ലൈനും ഈ ബേസും പാരലലാണ്. അങ്ങനെ വരുമ്പോൾ ഓൾട്ടർനേറ്റ് ആംഗിൾ സെയിം ആയിരിക്കും. അതായത് ഈ രണ്ട് പാരലൽ ലൈന് ഇങ്ങനൊരു ഇൻക്ലൈൻ ലൈൻ കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഓൾട്ടർനേറ്റ് ആംഗിൾ സെയിം ആയിരിക്കും. ഇത് 45 ഡിഗ്രി വരുമ്പോൾ ഈ ആംഗിൾ 45 ആയിരിക്കും. നമ്മളത് പഠിച്ചിട്ടുണ്ടല്ലോ. പാരലൽ ലൈനിന് ഇങ്ങനൊരു ഇൻക്ലൈൻ ലൈൻ കട്ട് ചെയ്താൽ വരുന്ന ഓൾട്ടർനേറ്റ് ആംഗിൾസ് സെയിം ആണ്. അപ്പോൾ ഇത് 45 ഡിഗ്രി ആകുമ്പോൾ ഇവിടെ 45 ഡിഗ്രി വരും. നമുക്ക് വേണ്ടത് എന്താണെന്ന് അറിയാമോ? ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ. ഈ ടവറിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. ഇത് കൂടാതെ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് പി ഫ്രം ദ ഫൂട്ട് ഓഫ് ദ ടവർ. ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും കാണണം. നമുക്ക് ഈ പോയിൻറ്റ്സിന് എന്തെങ്കിലുമൊക്കെ പേര് കൊടുക്കാം. എ, ബി, സി. ഇത് പി ആണല്ലോ. അപ്പോൾ നമ്മൾ ടാൻ എടുക്കാം. കേട്ടല്ലോ, ടാൻ എടുക്കാം. നമ്മൾ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിലെ മിക്ക പ്രോബ്ലംസും സോൾവ് ചെയ്യുന്നത് ഓരോ ആംഗിളിൻ്റെ ടാൻ എടുത്തിട്ടാണ്. ഇവിടെ ഒരു 45 ഡിഗ്രി കാണുന്നുണ്ടല്ലോ. നമുക്ക് ബി സി കാണാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. നമുക്കതിനെ എച്ച് എന്ന് ഡിനോട്ട് ചെയ്താലോ? അപ്പോൾ എഴുതാൻ എളുപ്പമായില്ലേ? ടവറിൻ്റെ ഹൈറ്റ് ബി സി ആണ്, അത് എച്ച് എന്ന് ഡിനോട്ട് ചെയ്യാം. പിന്നെ ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും കാണാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, സി പി. നമുക്കതിനെ തൽക്കാലത്തേക്ക് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ എച്ചും എക്സും ആണ് നമുക്ക് കാണേണ്ടത് അല്ലേ? ഓരോ ആംഗിളിൻ്റെ ടാൻ എടുക്കണം.
ഓരോ ആംഗിൾ ടാൻ എടുക്കുമ്പോൾ 45ൻ്റെ ടാൻ എടുത്താലോ ആദ്യം തന്നെ. ടാൻ 45 ഡിഗ്രി എന്താണ്? പിക്ചർ നോക്കിയേ, ഇതല്ലേ 45 ഡിഗ്രി. 45 ഡിഗ്രിയുടെ നേരെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എച്ച് ആണ്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നോക്കുക, 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് എച്ച് ആണ്. 45 ഡിഗ്രിയുടെ അഡ്ജസൻറ്റ് സൈഡ് എക്സ് ആണ്. ശരിയല്ലേ? ടാൻ 45 ഡിഗ്രി ഈക്വൽ ടു എച്ച് ബൈ എക്സ് എന്ന് കിട്ടി. ടാൻ 45യുടെ വാല്യൂ 1 ആണെന്ന് പഠിച്ചിട്ടില്ലേ? അപ്പോൾ ടാൻ 45 1 ആണല്ലോ, 1 എന്ന് എഴുതി. ഇതിങ്ങനെ ഇനി ക്രോസ് ചെയ്യാൻ പറ്റില്ലേ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ എച്ച് ഈക്വൽ ടു എക്സ് ഇൻറ്റു 1 എന്ന് എഴുതാം. സോ എച്ച് ഈക്വൽ ടു എക്സ് ഇൻറ്റു 1, അതായത് എക്സ്. ഇക്വേഷൻ നമ്പർ 1 കിട്ടിയിട്ടുണ്ട്. ഇനി വേറൊരു ആംഗിൾ ഉണ്ടല്ലോ, ഇവിടെ ഒരു 60 ഡിഗ്രി കാണാൻ പറ്റുന്നില്ലേ? ഓരോ ആംഗിളിൻ്റെ ടാൻ എടുക്കണം. ടാൻ 60. ഇവിടെ നോക്കിയേ, ഈ വലിയ ആംഗിളാണ് കേട്ടോ. ക്ലിയർ ആവുന്നുണ്ടോ? 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് എ സി അല്ലേ? നോക്കിയേ, എ സി. ഈ വലിയ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ് നമ്മൾ നോക്കുന്നത്. 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഫുൾ ആംഗിളാണ്. ഈ 60 ഡിഗ്രിയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ആയിട്ട് വരുന്നത് എ സി ആണ്. എ സി എന്ന് പറഞ്ഞാൽ 6 പ്ലസ് എച്ച് അല്ലേ? നോക്കി, അതെ, എ സി എന്ന് പറഞ്ഞാൽ 6 പ്ലസ് എച്ച് ആണ്. സിക്സ്റ്റി ഡിഗ്രിയുടെ അഡ്ജസൻറ്റ് സൈഡ് പി സി അല്ലേ? നോക്കി, 60 ഡിഗ്രിയുടെ അഡ്ജസൻറ്റ് സൈഡ് എക്സ് ആണ്. ടാൻ 60യുടെ വാല്യൂ √3 അല്ലേ? √3 എന്ന് എഴുതി. നമുക്ക് എച്ചും എക്സും സെയിം ആണെന്ന് ഇവിടെ ഓൾറെഡി കിട്ടിയിട്ടില്ലേ? എച്ചും എക്സും സെയിം ആണ്. അപ്പോൾ ഇവിടെ എക്സിന് പകരം എച്ച് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല അല്ലേ? എക്സിന് പകരം എന്ത് എഴുതാം? എച്ച് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഒന്നുകൂടിയും 6 പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ എച്ച് ഈക്വൽ √3 എന്ന് കിട്ടി. ഇനി എളുപ്പമാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 പ്ലസ് എച്ച് എന്ത് വരും? 6 പ്ലസ് എച്ച് എന്ത് വരും? √3 ഇൻറ്റു എച്ച് ആവും അല്ലേ? നോക്കിയേ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇനി അടുത്ത സ്റ്റെപ്പ്, അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, എച്ച് അല്ലേ വേണ്ടത്? ഈ എച്ച് ഇല്ലേ ഇവിടെ കാണുന്ന എച്ച്, നമുക്കത് റൈറ്റ് സൈഡിലോട്ട് എടുത്താലോ? റൈറ്റ് സൈഡിലെത്തുമ്പോഴത് √3h മൈനസ് എച്ച് ആവും. റൈറ്റ് സൈഡിലെത്തുമ്പോൾ √3h മൈനസ് എച്ച് ആവും ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിൽ 6 ആണ്. ഈ രണ്ട് ടേമിലും എച്ച് കോമൺ അല്ലേ? നോക്കിയേ, എച്ച് കോമൺ ആയിട്ട് എടുക്കുമ്പോൾ എച്ച് ഇൻറ്റു √3 മൈനസ് 1 വരും അല്ലേ? സിമ്പിൾ അല്ലേ? എച്ച് വേണമെങ്കിൽ ഉള്ളിലോട്ട് എടുത്ത് നോക്ക്. എച്ച് ഇൻറ്റു √3 എച്ച്, എച്ച് ഇൻറ്റു 1 എച്ച്. അപ്പോൾ എച്ച് ഈക്വൽ ടു √3 മൈനസ് 1 അങ്ങോട്ട് പോട്ടെ, 6 ബൈ √3 മൈനസ് 1 വരും. ദിസ് മച്ച് മീറ്റർ. പക്ഷെ ഇങ്ങനെ എഴുതിയാൽ പോരാ, സിംപ്ലിഫൈ ചെയ്ത് ന്യൂമറിക്കൽ വാല്യൂ ആയിട്ട് കിട്ടണം. അതിനുവേണ്ടി മുകളിലും താഴെയും √3 മൈനസ് 1ൻ്റെ കോഞ്ചുഗേറ്റ്. കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എ പ്ലസ് ബിയുടെ കോഞ്ചുഗേറ്റ് എ മൈനസ് ബി, എ മൈനസ് ബിയുടെ കോഞ്ചുഗേറ്റ് എ പ്ലസ് ബി. √3 മൈനസ് 1ൻ്റെ കോഞ്ചുഗേറ്റ് √3 പ്ലസ് 1 ആണ്. മുകളിലും താഴെ √3 പ്ലസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. റാഷണലൈസേഷൻ കേട്ടിട്ടില്ലേ? 6 ഇൻറ്റു √3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ, താഴെ നോക്കി വായിച്ചു നോക്കിയേ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ? ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ ഇത് ചെയ്തു വരുമ്പോൾ 6 ഇൻറ്റു √3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ, ഇവിടെ 3 മൈനസ് 1 വരും. കറക്റ്റ്, 3 മൈനസ് 1 2. അപ്പോൾ എച്ച് ഈക്വൽ ടു ഇവിടെ 6/2 എന്നുള്ളത് 3 ആവുമല്ലോ. 3 ഇൻറ്റു
√3 + 1. √3 1.73 ആണ് തന്നിട്ടുണ്ടല്ലേ. √3ക്ക് പകരം 1.73 ഇട്ട് കൊടുക്കാമല്ലോ. പിന്നെ +1 ഉണ്ട്, ശരിയല്ലേ? അപ്പോൾ ഇത് ചെയ്യാമല്ലോ അല്ലേ? അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് വേണ്ടത്. 3 × 1.73 + 1 അല്ലേ? ചെയ്തു വരുമ്പോൾ 8.2 കിട്ടും അപ്രോക്സിമേറ്റ്ലി മീറ്റർ. എച്ച് കിട്ടി. നിങ്ങളത് സെൻറ്റൻസിൽ എഴുതുമല്ലോ അല്ലേ? ഹൈറ്റ് ഓഫ് ദ ടവർ ഈസ് 8.2 മീറ്റർ എഴുതാമല്ലോ. പിന്നെ എക്സിൻ്റെ വാല്യൂ കൂടി ഞാൻ എഴുതാണ്, കാരണം ഈ ഡിസ്റ്റൻസ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. എച്ചും എക്സും സെയിം ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ എച്ച് 8.2 കിട്ടി, അപ്പോൾ എക്സും 8.2 ആണ്. സെൻറ്റൻസിൽ എഴുതിക്കോളല്ലോ അല്ലേ? ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് പി ഫ്രം ദ ഫൂട്ട് ഓഫ് ദ ടവർ ഈസ് 8.2 മീറ്റർ എഴുതണേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി.